ഒരുത്തൻ വാലിന് തീ പിടിച്ചു പോലെ ഓടി വരുന്ന കാണാം, പിടിച്ചോണം. CPM-ൽ നിന്നും BJP-യിലേക്ക് പോയിട്ടുള്ള ചില ആളുകളുടെ പേര് ചോദിച്ചു. ഞാൻ പറയാൻ എഴുതിയെടുത്തോളൂ, അറിഞ്ഞുകൂടെ എഴുതിക്കോളൂ. എന്നാലും ശരിയാ, ഇവൻ കേൾക്കൂല. ഓഹോ, ഇവനെ ഞാൻ കേൾപ്പിക്കും. ഓ, എന്നാ രക്ഷപ്പെട്ട്. ഒന്ന് അതല്ല, അല്ല, തീർന്നില്ലല്ലോ. ഞാൻ പറയാതെ കെട്ടനോട് ചിലക്കാണ്ടിരിക്കാൻ പറ. എന്ത് നല്ല കാര്യം പറഞ്ഞാലും അവൻ ഉടക്കുണ്ടാക്കും. മുബഷർ അലി 2008 മുതൽ 2023 വരെ CPM-ന്റെ MLA ആയിരുന്നു, ഇപ്പൊ BJP-യിലാണ്. ഇനി അശോക് ദിന്ദ BJP-യിൽ പോയി. അദ്ദേഹത്തിന്റെ പ്രവർത്തന ഒരു വേൾഡ് വാറിന് സാധ്യത കാണുന്നു. ഈ ചെക്കന്റെ സംസാരം എനിക്ക് തീരെ പിടിക്കില്ല കേട്ടോ. ഇതാണ് പൊളിറ്റിക്കലി തന്തയില്ലായ്മ എന്ന് പറയുന്നത്. എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇനി വേറെ കാര്യമാണ് പറയുന്നത്. അത് കേൾക്കൂ. ഞാനിത് പറയുന്നത് ഒരിക്കലെങ്കിലും തിരിച്ചു പറയാതെ പോയാൽ പിൻവലിക്കോ? ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ കുറിച്ച് വലിയ പരാതിയാണ്. വേറെ എല്ലാ മാർഗങ്ങളും നോക്കി അടഞ്ഞപ്പോ ഇപ്പൊ ഇത്തരത്തിലുള്ള അഭ്യാസം വെറുതെ കയ്യിൽ മേടിക്കണ്ട. ജ്യോതികുമാർ ചാമക്കാലയുടെ പറഞ്ഞു. ഞാൻ തെറ്റിദ്ധരിച്ചു. ഞാനല്ല, യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റും അദ്ദേഹം വിവരം കെട്ടവനെ ഇങ്ങനെ പറയുന്നവരും വിവരം കെട്ടവരും നല്ല വിളിക്കേണ്ട, അപ്പുറത്തേക്കാണ് വിളിക്കേണ്ടത്. ഞാൻ സാമാന്യ മര്യാദ കൊണ്ട് മര്യാദയ്ക്ക് ഇരിക്കുക. കേരളത്തിൽ ഇനി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെതിരായിട്ട് പറയുന്നു. ഞാനും ചോദിക്കട്ടെ, ഈ സംസ്ഥാനത്തിന്റെ മന്ത്രി അല്ലേ പറഞ്ഞത് ഒരു കോളേജിലെ പ്രിൻസിപ്പളിന് മറ്റേ പണിയായിരുന്നു എന്ന്? നമ്മളെയാണല്ലോ മച്ചമ്പി. ഒരു DYSP-ക്ക് അവിടെ സമരം നടത്തിയ പിന്നെ എന്താ പെമ്പിളെ ഒരുമയുടെ നേതാക്കന്മാരുമായിട്ട് എന്തൊക്കെയാ പണിയെന്ന് പറഞ്ഞത്? നമ്മളാരെങ്കിലും ആണോ പറഞ്ഞത്? ഒരു സംസ്ഥാനത്തിന്റെ മന്ത്രി. ബ്രോക്കറിനാ പോക്കിരുന്ന എന്ത് വേണം വിളിച്ചോ, പക്ഷെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ആശാനെന്ന് വിളിക്കണം അല്ലേ? അപ്പോ താങ്കൾക്ക് പ്രശ്നമില്ലായിരുന്നു. അത് ഏത് കോൺടെക്സ്റ്റിലാ പറഞ്ഞത്? ഓർമ്മയുണ്ടോ? അപ്പൊ താങ്കൾക്ക് പ്രശ്നമില്ലായിരുന്നു. നമ്മുടെ മുഖ്യമന്ത്രി CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ആൾ പരനാറി എന്നാ വിളിക്കുന്നത്, നികൃഷ്ടജീവി എന്നാ വിളിക്കുന്നത്. അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? കടക്ക് പുറത്തുനിന്നാ പറയുന്നത്. എന്നിട്ട് ഒരാൾ സാറിന്റെ പ്രസംഗം നന്നായിരുന്നു പറഞ്ഞാൽ ആ അഭ്യാസം എന്റെ അടുത്ത് വേണ്ടെന്നാ പറയുന്നത്. ഇതാണോ ജനാധിപത്യം? ഇത് ജനാധിപത്യം അല്ല, വിലാകണ്ടി. ഇതിന്റെ ചായ ക്ലാസ് വള്ളിച്ചൂടിൽ അടിക്കാൻ ഇവിടെ ആളില്ലാഞ്ഞിട്ടാ. അടിക്കാൻ ഇങ്ങോട്ട് വാടാ പുല്ലേ. ഞങ്ങളിൽ ഒന്നിനെ തൊട്ടാലേ തൊട്ടവൻ നാറും. MLA-മാരും MP-മാരായിരുന്നവർ മാത്രം നിരവധി ആളുകൾ രജിസ്റ്ററുണ്ട്. CPM-ന്റെ പാർട്ടി ഓഫീസിന്റെ ആ ചോപ്പൊന്ന് ഇച്ചിരി കാവ്യാക്കിയിട്ട് അവിടെ BJP എഴുതിയ പാർട്ടിയാണ് CPM. പൊളിറ്റിക്കലി ഉപയോഗിക്കാൻ പാടില്ലാത്ത വാചകങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവർ തന്നെ അതിനെ സംബന്ധിച്ച് വിശദീകരിക്കും. അത് ഏത് കോൺടെക്സ്റ്റിലാണ് ഉണ്ടെങ്കിൽ. ഇനി അദ്ദേഹത്തിന് അതിൻ്റെതായ ന്യായീകരണം ഉണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് ഉറച്ചു നിൽക്കും. അതിന് നിങ്ങളുടെ ആരുടെയും തിട്ടൂരോ ആവശ്യമില്ല. നിറഞ്ഞു. ഒരു പഴം കൂടി താങ്ങൂല്ലേ? താങ്ങൂല. അയ്യോ.